മനസ്സിനും കണ്ണുകൾക്കും കുളിർമയും മനസ്സിനെ മനോഹാരിതയുടെ മായാലോകത്തേക്കുള്ള വാതായനങ്ങൾ തുറന്നുതരുന്നതുമായ കുളു മണാലി കാഴ്ചകളിലേക്ക് അഭിക വിഷൻ സ്വാഗതം ചെയ്യുന്നു. ഡൽഹിയിൽ നിന്ന് 580 കിലോമീറ്റർ അകലെയായി ഹിമാചൽ പ്രദേശിൽ കുളുതായ്വരയുടെ വടക്ക് ഭാഗത്തായാണ് മണാലി സ്ഥിതി ചെയ്യുന്നത്. മണാലിയിൽ നിന്ന് 320 കിലോമീറ്റർ അകലെയാണ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ റോഡ് മാർഗമാണ് മണാലിയിലേക്ക് യാത്ര ചെയ്യുന്നത് ഉചിതം. ഡൽഹിയിൽ നിന്ന് ഹിമാചൽ പ്രദേശ് ടൂറിസം കോർപ്പറേഷന്റെ ബസുകൾ മണാലിയിലേക്ക് പുറപ്പെടുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് 15 മണിക്കൂർ ബസിൽ യാത്ര ചെയ്യണം മണാലിയിൽ എത്തിച്ചേരാൻ. ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് രാത്രികാല ബസ് സർവീസുകളാണ് കൂടുതലായും ഉള്ളത്. പ്രൗഢിയോടെ നിലകൊള്ളുന്ന ഹിമാലയന് മലനിരകളുടെ താഴ്വരയിൽ ശാന്തസുന്ദരമായ ഒരു ഭൂമിയുണ്ട്. സഞ്ചാരികളുടെ പറുദീസയായ മണാലി വടക്കേ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മണാലി. പ്രകൃതി സൗന്ദര്യം നുകരാനും സാഹസിക വിനോദങ്ങളിൽ ഏർപ്പെടാനുമാണ് സഞ്ചാരികൾ കൂടുതലും ഇവിടെ എത്താറുള്ളത്. ഇന്ത്യയിലെ പ്രശസ്തമായ ഹണിമൂണ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് മണാലി. ഹിമാലയന് മലനിരകളുടെ പശ്ചാത്തല കാഴ്ചയ്ക്ക് പുറമെ മണാലിയെ സുന്ദരമാക്കുന്നത് ദേവദാരു മരങ്ങളും പതിഞ്ഞ് ഒഴുകുന്ന ബിയാസ് നദിയുമാണ്. ഇവയുടെ മാന്ത്രിക ഭംഗി സഞ്ചാരികളുടെ ആനന്ദം നൂറിരട്ടിയാക്കും. മാർച്ച് അവസാനം മുതൽ ഒക്ടോബർ വരെയാണ് മണാലിയിൽ യാത്ര ചെയ്യാൻ നല്ല സമയം. ഒക്ടോബർ മുതൽ രാത്രിയും രാവിലെയും കനത്ത തണുപ്പായിരിക്കും. ഡിസംബർ മുതൽ ആരംഭിക്കുന്ന മഞ്ഞുവീഴ്ച യാത്ര ദുസ്സഹമാക്കും. സാഹസിക പ്രിയരുടെ ഇഷ്ടസ്ഥലമാണ് മണാലി. സാഹസിക പ്രിയർക്ക് നിരവധി ആക്ടിവിറ്റികളാണ് മണാലിയിൽ ഉള്ളത്. വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ്, പാരാഗ്ലൈഡിംഗ്, സ്കീയിംഗ്, മലകയറ്റം, ഹൈക്കിംഗ് തുടങ്ങി നിരവധി സാഹസിക വിനോദങ്ങളാണ് മണാലിയിൽ ഉള്ളത്. ഇവിടുത്തെ ഹഡിംബ ക്ഷേത്രത്തിലെ ഉത്സവമാണ് മണാലിയിലെ പ്രധാന ഉത്സവം. എല്ലാ വർഷവും മെയ് മാസത്തിൽ നടക്കാറുള്ള ഈ ഉത്സവത്തിൽ പങ്കെടുത്താൽ മണാലിയുടെ പ്രാദേശിക സംസ്കാരം മനസ്സിലാക്കാം. പ്രാദേശിക കലാകാരന്മാരുടെ നാടൻകലാമേളകളും വൈവിധ്യപൂർണമായ ഘോഷയാത്രയും ഈ ഉത്സവത്തിന്റെ പ്രത്യേകതയാണ്. ഒക്ടോബർ മാസത്തിൽ നടക്കാറുള്ള കുളു ദസറയാണ് ഇവിടുത്തെ മറ്റൊരു ആഘോഷം. ഇന്ത്യയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായതിനാൽ മെച്ചപ്പെട്ട ഹോട്ടലുകൾ മണാലിയിൽ ഉണ്ട്. വുഡ്വാലി കോട്ടേജ്, റോക്ക് മണാലി റിസോർട്ട് തുടങ്ങിയ ഹോട്ടലുകൾ കുറഞ്ഞ നിരക്കിൽ മികച്ച സൗകര്യങ്ങൾ നൽകുന്നതാണ്. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ച് മണാലിയിൽ ഹോട്ടലുകൾ ബുക്ക് ചെയ്യാം. മണാലിയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് ചുറ്റിയടിക്കാൻ നിരവധി സ്ഥലങ്ങളുണ്ട്. മണാലിയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള വശിഷ്ഠ് എന്ന ചെറിയ ഗ്രാമത്തിൽ ചെന്നാൽ മണാലി താഴ്വരയുടെ മുഴുവൻ സൗന്ദര്യവും ആസ്വദിക്കാം. ഇവിടെയുള്ള ചെറിയ അരുവിയിൽ നിന്ന് പുറപ്പെടുന്ന ചൂടുവെള്ളത്തിൽ കാൽ നനച്ച് ആഹ്ലാദിക്കുകയും ചെയ്യാം. യാത്രയുടെ ദൂരം കുറച്ചുകൂടി കൂട്ടിയാൽ സോളാം താഴ്വരയിൽ എത്തിച്ചേരാം. നിരവധി ക്ഷേത്രങ്ങളും വെള്ളച്ചാട്ടങ്ങളും സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലൂടെയുള്ള ട്രെക്കിംഗ് പാതയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം. മണാലിയിൽ നിന്ന് ഒരു ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോകാൻ പറ്റിയ സ്ഥലമാണ് റോഹ്താം പാസ്. മണാലിയിൽ നിന്ന് ഇവിടേക്ക് ടാക്സി സർവീസുകൾ ലഭ്യമാണ്. മണാലിയിൽ 2 പ്രദേശങ്ങളാണ് ഉള്ളത്: മണാലി ടൗണും ഓൾഡ് മണാലിയും. മണാലി ടൗണിൽ പ്രത്യേകിച്ച് കണ്ടിരിക്കേണ്ട ഒന്നുമില്ല. ഹിമാചൽ പ്രദേശിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് മണാലി. കുളു മണാലി എന്നു കേൾക്കാത്ത സഞ്ചാരപ്രേമികളുണ്ടാകില്ല എന്നതാണ് വാസ്തവം. സമുദ്രനിരപ്പിൽ നിന്നും 1950 മീറ്റർ ഉയരത്തിലാണ് കുളു ജില്ലയുടെ ഭാഗമായ മണാലി സ്ഥിതി ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഷിംലയിൽ നിന്നും 250 കിലോമീറ്റർ ദൂരത്തിലാണ് മണാലി. പുരാണകഥാപാത്രമായ മനുവിന്റെ പേരിൽ നിന്നുമാണ് ഈ പ്രദേശത്തിന് മണാലി എന്ന പേരുവന്നത് എന്നാണ് വിശ്വാസം. 7 മന്വന്തരങ്ങളിൽ ഒരിക്കൽ മനു ഇവിടം സന്ദർശിക്കുമെന്നാണ് ഐതിഹ്യം. സപ്തർഷികളുടെ വാസകേന്ദ്രമായും മണാലി വാഴ്ത്തപ്പെടുന്നു. മനോഹരമായ മലനിരകളും പ്രകൃതിഭംഗിയുമാണ് മണാലിയെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്, ഹഡിംബ ക്ഷേത്രം, സോലാംഗ് വാലി, റോതാംഗ് പാസ്, ബിയാസ് നദി എന്നിവയാണ് മണാലി യാത്രയിൽ സന്ദർശകർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ. പാന്തോ ധാം,
ചന്ദ്രകാനി പാസ്, രഘുനാഥ ക്ഷേത്രം, ജഗന്നതി ദേവി ക്ഷേത്രം എന്നിവയും മനാലിയിലെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളാണ്. 1533-ലാണ് ഹഡിംബ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ഹിന്ദുപുരാണത്തിലെ ഹിഡുംബൻ എന്ന അസുരന്റെ പെങ്ങളായിരുന്നു ഹഡിംബ എന്നാണ് വിശ്വാസം. 300 മീറ്റർ സ്കൈ ലിഫ്റ്ററിംഗിന് പേരുകേട്ട് സോലാംഗ് വാലിയാണ് മനാലിയിലെ പേരുകേട്ട മറ്റൊരാകർഷണം. ഇവിടെ വർഷം തോറും നടക്കുന്ന വിന്റർ സ്കൈയിംഗ് ഫെസ്റ്റിവൽ നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്നു. മൗണ്ടൻ ബൈക്കിംഗിനും സ്കീയിംഗിനും പേരുകേട്ട മനാലിയിലെ ഒരു പ്രധാന കേന്ദ്രമാണ് റോതാംഗ് പാസ്. വ്യാസംഹർഷി സ്നാനം ചെയ്തത് എന്നുകരുതപ്പെടുന്ന വശികുണ്ടാണ് മനാലിയിൽ കാണാതെ പേകരുതാത്ത ഒരു ആകർഷണം. പാപനാശിനിയായാണ് വിശ്വാസികൾ ദശികുണ്ടിനെ കാണുന്നത്. മനാലിയിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് വസിഷ്ഠ് ഗ്രാമം. ഐതിഹ്യമനുസരിച്ച് രാമസോദരനായ ലക്ഷ്മണനാണ് ഇവിടത്തെ ചുടുനീരുറവ സൃഷ്ടിച്ചത്. കാലഗുരുവും രാമക്ഷേത്രവുമാണ് ഇവിടത്തെ മറ്റു പ്രധാന ആകർഷണങ്ങൾ. പ്രകൃതിയും വന്യമൃഗങ്ങളെയും ഇഷ്ടപ്പെടുന്ന സഞ്ചാരികളുടെ പ്രിയകേന്ദ്രമാണ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്. 300-ലധികം പക്ഷിവർഗങ്ങളും 30-ലധികം ജന്തുവർഗങ്ങളും ഇവിടെയുണ്ട്. മനാലിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമാണ് ജഗന്നാഥി ദേവി ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ സഹോദരിയായ ഭുവനേശ്വരിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ. 1500 വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന ഈ ക്ഷേത്രം സമുദ്രനിരപ്പ്